ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഞാറ്റു സ്പെയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്ന ഓണത്തിന് സ്പെഷ്യലായിട്ടുള്ള ചിലതരം കറികൾ, തോരൻ, അച്ചാർ, ഇഞ്ചിപ്പുളി ഇതൊക്കെയാണ് കാണിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ചെയ്യുന്ന രീതിയാണ്. ആദ്യം തന്നെ ഞാൻ കാണിക്കുന്നത് വെണ്ടയ്ക്ക കിച്ചടിയാണ്. അതിനുവേണ്ടി ഒരു പാനിലോട്ട് വെളിച്ചെണ്ണ ചേർത്തെടുത്തിട്ടുണ്ട്. അതിലിട്ട് നമുക്ക് വെണ്ടയ്ക്ക ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. വെണ്ടയ്ക്ക റൗണ്ട് രീതിയിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ തീരെ നൈസായിട്ട് കട്ട് ചെയ്യരുത്, കുറച്ചധികം കട്ടിയായിട്ട് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് ഉപ്പ് ഞാൻ ഇപ്പോൾ ചേർക്കാതെയാണ് ഇതുപോലെ ഒന്ന് ഇളക്കി വെച്ച് കൊടുക്കുക. നമുക്ക് അടച്ചൊന്നും വെച്ച് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കരുത്. അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ ഇതുപോലെ കറുത്ത കളറിലായിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കിനി കോരി മാറ്റി മറ്റൊരു പാത്രത്തിലോട്ട് വയ്ക്കാം. അപ്പോൾ നിങ്ങൾക്കിത് നീളത്തിൽ വേണമെങ്കിലും കട്ട് ചെയ്ത് കിച്ചടി തയ്യാറാക്കാവുന്നതാണ്. ഞാനിതുപോലെ ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിന് ശേഷം നമുക്ക് ഈ പാനിൽ തന്നെ വേണമെങ്കിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഞാൻ ഈ പാനിൽ തന്നെ അപ്പോൾ എണ്ണ ആവശ്യത്തിനുണ്ട്. അതിലോട്ട് ഒരു ചെറിയ രീതിയിൽ കടുക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു 1/4 ടേബിൾ സ്പൂൺ. അതൊന്ന് പൊട്ടിയതിന് ശേഷം നമുക്കിനി ഇതിലോട്ട് കുറച്ച് തേങ്ങയുടെ മിക്സ് ചേർക്കാനുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ടതിന് ശേഷം ഞാൻ ഒരു മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് തേങ്ങ, ഒരു 4-5 ടേബിൾ സ്പൂൺ തേങ്ങ, ഒരു പച്ചമുളകും കടുകും ചേർത്ത് അരച്ചെടുത്തതാണ്. അത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് വെണ്ടയ്ക്കയും ചേർത്ത് കൊടുത്ത് കുറച്ച് തൈരും ചേർത്ത് കൊടുക്കും. നമ്മുടെ കിച്ചടി തയ്യാറായിട്ടുണ്ട്. ഇനി ഞാൻ അടുത്ത് കാണിക്കുന്ന കൂട്ടുകറിയാണ്. അതിലോട്ട് ചേർക്കുന്നത് ചേന, പച്ചക്ക, വെള്ളരിക്ക, മത്തങ്ങ. ഇത് ഇത്രയും നല്ലതുപോലെ കഴുകിയെടുത്ത് ഒരു പാനിലോട്ട് ചേർത്തതിന് ശേഷം 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് കറിവേപ്പില, കുറച്ച് ഉപ്പ്, കുറച്ച് വെള്ളവും കൂടെ ചേർത്തത് നല്ലതുപോലെ വേവിക്കാൻ വെക്കുക. കുറച്ച് സമയം കഴിയുമ്പോൾ ഇതുപോലെ തിളച്ച് വരുന്ന സമയത്തിന് ഫ്ലെയിം കുറച്ച് കൊടുത്ത് നല്ലതുപോലെ വേവിച്ചെടുക്കുക. അത് വേകുന്ന സമയത്തിന് നമുക്കിനി ഇതിനെ അടുത്ത ഒരു പാൻ വെച്ച് കൊടുത്ത് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക, ഉഴുന്ന് ചേർത്ത് കൊടുക്കുക 1/2 ടേബിൾ സ്പൂണോളം, പിന്നെ കുറച്ച് 1/4 ടേബിൾ സ്പൂണോളം ജീരകം ചേർത്ത് കൊടുക്കുക. ഇതൊക്കെ ചേർത്ത് ഒന്ന് ചൂടായി പൊട്ടിയതിന് ശേഷം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയുള്ളത് കൂട്ടാണ്. അതിന് വേണ്ടി ഒരു 2 കപ്പ് തേങ്ങയോളം ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. നമ്മളിപ്പോൾ കുറച്ച് അധികം കായൊക്കെ എടുത്തത് കാരണമാണ് 2 കപ്പ്. നിങ്ങൾ എടുക്കുന്ന അളവനുസരിച്ച് തേങ്ങ കുറച്ചെടുത്താൽ മതിയാകും. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് ചൂടായി മൊരിഞ്ഞതിന് ശേഷം നമ്മുടെ ഈ തേങ്ങ കൂട്ടിൽ നിന്ന് കുറച്ചെടുത്ത് നമുക്കിത് കുറച്ചൊന്ന് അരച്ചെടുത്ത് വെക്കാനുണ്ട്. ഇതൊന്ന് നല്ലതുപോലെ മൂത്തതിന് ശേഷം മാത്രമേ ഇത് മാറ്റിയെടുക്കാവൂ. അപ്പോൾ ഇത് വേഗം ഫ്ലെയിം കൂട്ടി വെച്ചൊന്ന് മൂപ്പിച്ചെടുത്ത് ഒന്ന് മാറ്റി വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇതേ സമയത്തിന് നമ്മുടെ കായും ഇതൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്തിന് ഞാൻ കുറച്ച് ചുണ്ടൽക്കടല കുതിർത്തി വേവിച്ചെടുത്തതാണ്. കുറച്ച് മതിയാകും, ഒരു 4-5 കരണ്ടി മതിയാകും. അതും തേങ്ങ അരച്ച് വെച്ച മിക്സും, നമ്മൾ വറുത്ത തേങ്ങയിൽ നിന്ന് ഒരു കുറച്ചെടുത്ത് അരച്ച് വെച്ച ആ മിക്സും ചേർത്ത് കൊടുത്ത് കുറച്ച് കട്ടിക്കായതിന് ശേഷം നമുക്കിനി വറുത്ത് വെച്ച തേങ്ങ ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഇത്രയും ചേർത്ത് നല്ല കട്ടിക്കായിട്ടുണ്ട്. നമ്മുടെ കൂട്ടുകറി തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ അടുത്ത കറിയിലോട്ട് തയ്യാറാക്കാവുന്നതാണ്. ഒരു പാൻ വെച്ച് കൊടുക്കുക, അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക, കടുക് ചേർത്ത് കൊടുക്കുക, വറ്റൽമുളക്, പിന്നെ കറിവേപ്പില ഒക്കെ ചേർത്തതിന് ശേഷം ഞാൻ വെണ്ടയ്ക്ക ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ചേർത്ത് കൊടുക്കുക. നല്ലൊരു തോരനാണ് ഇത്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള തോരനാണ്. ഇതിലോട്ട് ഞാൻ സവാള ചെറിയതായിട്ട് കട്ട് ചെയ്തത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വെണ്ടയ്ക്ക നമ്മൾ സാധാരണ തോരൻ വയ്ക്കുമ്പോൾ കുറച്ച് സമയം എടുക്കുന്നതുമാണ്. നല്ല വിഴുവിഴുപ്പ് ആയത് കാരണം എങ്ങനെയാണ് വെക്കണമെന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ ഇതൊന്ന് മിക്സാക്കിയതിന് ശേഷം അടപ്പുകൊണ്ട് അടച്ചു കൊടുക്കുക. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ചെറിയ രീതിയിൽ വേകുന്നത് വരെ ഇടയ്ക്കിടയ്ക്കൊന്ന് അടപ്പ് തുറന്ന് നോക്കുക, ഒന്ന് അടയ്ക്കുക. അങ്ങനെ 2-3 പ്രാവശ്യം ചെയ്തതിന് ശേഷം ഇതിലോട്ട് ഒരു അരപ്പ് ചേർത്ത് കൊടുക്കണം. തേങ്ങ, ജീരകം, വെളുത്തുള്ളി, കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത് ഇത്രയും ചേർത്ത അരപ്പ് ഒന്ന് മിക്സാക്കി കുറച്ച് സമയം കഴിയുമ്പോൾ ഇതുപോലെ ഒന്ന് മുരിഞ്ഞ് കിട്ടുന്നതായിരിക്കും. നമ്മുടെ വെണ്ടയ്ക്ക തോരൻ തയ്യാറായിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായി തയ്യാറാക്കുന്ന മാങ്ങ അച്ചാറാണ്. ചെറിയ രീതിയിൽ കട്ട് ചെയ്ത മാങ്ങ, കറിവേപ്പില, ചെറിയ രീതിയിൽ കട്ട് ചെയ്ത മാങ്ങ, കറിവേപ്പിലയല്ല, കുറച്ച് കായവും ഉപ്പും ചേർത്ത് 2 മണിക്കൂറോളം മിക്സാക്കി വെച്ചതിന് ശേഷം ഇതുപോലൊരു അരിപ്പിലോട്ട് അരിച്ചെടുക്കുക. എന്നിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചെടുത്ത് വെളിച്ചെണ്ണ ചേർത്തതിന് ശേഷം, വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്, വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കുറച്ച് കായപ്പൊടിയും കുറച്ച് ഉലുവാപ്പൊടിയും ചേർത്ത് ഉപ്പും ചേർത്തതിന് ശേഷം നമ്മുടെ മാങ്ങയിൽ നിന്ന് കിട്ടിയ വെള്ളം ഇതിലോട്ട് ചേർത്ത് ഇതുപോലെ ഇളക്കിയതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ചൂടായി കിട്ടും. ഇപ്പം മാങ്ങയിലെ വെള്ളം മാത്രമാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് സാധാ പച്ചവെള്ളവും ചേർത്ത് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് നമുക്ക് തിളയ്ക്കുന്ന സമയത്ത് നമ്മുടെ മാങ്ങ കൂട്ട് എടുത്തിട്ട് കൊടുക്കുക. അപ്പോൾ കായ നമ്മൾ ആദ്യം മാങ്ങയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വീണ്ടും ഇതിലോട്ട് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ മാങ്ങ അച്ചാർ തയ്യാറായിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കുന്നത് ഇഞ്ചിപ്പുളിയാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു മൺചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് ഇഞ്ചി നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് പച്ചമുളകും ചേർത്ത് ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം.
അപ്പോൾ ഇഞ്ചി നമ്മൾ എടുത്ത് മാറ്റിയതിന് ശേഷം അതിനെ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ട് കുറച്ച് കടുക്, കറിവേപ്പില, വറ്റൽമുളക് ചേർത്ത് അടിച്ച മിക്സിയിലടിച്ച ഇഞ്ചിയും കൂടെ ഇതുപോലെ ഒന്ന് വറുത്തെടുക്കുക. അപ്പോൾ അങ്ങനെ നമ്മളിത് വറുത്തെടുത്ത് ഇത് നല്ലതുപോലെ മൊരിച്ചെടുക്കണം. മൊരിച്ചെടുത്തതിന് ശേഷം ഞാൻ കുറച്ച് പുളി എടുത്ത് വെച്ചിട്ടുണ്ട്. ആ പുളിയെ നല്ലതുപോലെ പിഴിഞ്ഞെടുക്കുക. നല്ല മാക്സിമം ആ പുളിയിൽ നിന്ന് ചാറൊക്കെ വരുന്ന രീതിയിൽ പിഴിഞ്ഞെടുത്തതിന് ശേഷം അതിനെ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്ത് കുറച്ച് ശർക്കരയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി കുറച്ച് കായവും ചേർത്ത് കൊടുത്ത് ഇതുപോലെ ഇളക്കി യോജിപ്പിച്ച് കുറച്ച് സമയം എടുത്ത് ഇതിനെ ഒന്ന് കുറുക്കി വറ്റിച്ചെടുക്കണം. അപ്പോൾ കായം വേണമെങ്കിൽ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് കുറച്ചുകൂടി. അപ്പോൾ അങ്ങനെ എന്താ ഇതുപോലെ അടച്ചു വെച്ച് നമ്മൾ കുറച്ച് സമയം എടുത്ത് ഒന്ന് നല്ലതുപോലെ ഒന്ന് വറ്റിച്ച് കുറുക്കിയെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. അങ്ങനെ എടുത്തതായി ഇതുപോലെ ആയിട്ടുണ്ട് നമ്മുടെ ഇഞ്ചിക്കറി. അങ്ങനെ ഇഞ്ചിക്കറിയും തയ്യാറായിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്കൊരു തോരനാണ് തയ്യാറാക്കുന്നത്. ഒരു പാൻ വെച്ച് കൊടുക്കുക. അതായത് പാവയ്ക്കയും ക്യാരറ്റും ആയിട്ടുള്ള തോരനാണ് നമ്മൾ തയ്യാറാക്കുന്നത്. പാനിലോട്ട് എണ്ണ, കടുക്, വറ്റൽമുളക് ചേർത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്കയും ക്യാരറ്റും ചേർത്ത് കൊടുത്ത് ഉപ്പും ചേർത്ത് കൊടുക്കുക. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് വേണം. ഇത് പാവയ്ക്ക കുറച്ച് വേകാനുണ്ട്. അതുപോലെ തന്നെ ക്യാരറ്റും കുറച്ച് വെന്ത് കിട്ടാൻ വേണ്ടി നമ്മൾ കുറച്ച് വെള്ളമൊക്കെ ചേർത്തതിന് ശേഷം, അതുപോലെ പാവയ്ക്ക നല്ല കയ്പ്പാണ്, അപ്പോൾ ക്യാരറ്റും കൂടി ചേർക്കുകയാണെങ്കിൽ കയ്പ്പ് കുറഞ്ഞിരിക്കും. അങ്ങനെ നമ്മളിതൊന്ന് ആക്കിയതിന് ശേഷം അടച്ചു വെച്ച് കൊടുക്കുക. അത് വേകുന്ന സമയത്ത് ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കാം. ഞാൻ എല്ലാ തോരത്തിലും ഈ അരപ്പാണ് തയ്യാറാക്കുന്നത്. തേങ്ങ, വെളുത്തുള്ളി, ജീരകം, കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത് ഇത്രയും അരച്ച് ചേർത്തതിന് ശേഷം പാവയ്ക്ക കൂട്ട് ഇതുപോലെ വെന്തതിന് ശേഷം ഇതിലോട്ട് അരപ്പ് ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം അടപ്പ് മാറ്റിയതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ അടപ്പ് കൊണ്ട് അടയ്ക്കാതെ മുരിച്ചെടുക്കണം. അങ്ങനെയാണ് നമ്മുടെ തോരൻ ഏതാണ്ട് തയ്യാറായിട്ടുണ്ട്. പാവയ്ക്ക തോരൻ, പാവയ്ക്ക ക്യാരറ്റ് തോരൻ തയ്യാറായിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായി തയ്യാറാക്കുന്നത് കാബേജ് തോരനാണ്. അപ്പോൾ പാവയ്ക്ക തോരനിൽ ഞാൻ സവാള ചേർത്തിട്ടില്ല. കാബേജ് തോരനിലും കാബേജും ക്യാരറ്റും മാത്രമാണ് ചേർത്തിരിക്കുന്നത്. അതും കടുക്, കറിവേപ്പില, വറ്റൽമുളകൊക്കെ ചേർത്തതിന് ശേഷം, എണ്ണ ഒഴിച്ച് ചേർത്തതിന് ശേഷം നമ്മുടെ ഈ ക്യാരറ്റ്, കാബേജ് ഇതിലോട്ട് ചേർത്ത് നല്ലതുപോലെ ഇളക്കി മിക്സാക്കി കൊടുക്കുക. നമ്മുടെ നേരത്തെ കൂട്ടിൻ്റെ അരപ്പ് തയ്യാറാക്കി അതും കൂടി ഫസ്റ്റിൽ തന്നെ ഇതിലോട്ട് ചേർത്ത് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അടച്ചു വെച്ച് കുറച്ച് സമയം നമുക്ക് ഇത് ഒന്ന് ആവി കയറ്റി എടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് ഇതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് സമയമൊക്കെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അടപ്പ് എടുത്ത് മാറ്റിയതിന് ശേഷം 2 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഒന്ന് വെന്ത് കിട്ടുന്നതായിരിക്കും. എടുത്ത് മാറ്റിയതിന് ശേഷം മുരിച്ചെടുത്തതാണിത്. അങ്ങനെ നമ്മുടെ ഈ തോരനും തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തതായി കാണിക്കുന്നത് വിഴുക്കാണ്. അപ്പോൾ അതിനു വേണ്ടി ഞാനൊരു ചട്ടിയിലോട്ട് വെളിച്ചെണ്ണ, കടുക്, കറിവേപ്പില ചേർത്തു. അമരക്കയും ക്യാരറ്റും കൂടെയാണ്, പച്ചമുളകും ചേർത്തിട്ടുണ്ട്. നീളത്തിന് ഇതുപോലെ അരിഞ്ഞ് ഉപ്പും കൂടെ ആക്കി ഒന്ന് മിക്സാക്കി എടുക്കുക. കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടപ്പുകൊണ്ട് അടച്ച് 2-3 പ്രാവശ്യം ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയൊക്കെ എടുക്കുമ്പോഴത്തേക്ക് തന്നെ ഇത് നല്ലതുപോലെ ഒന്ന് വെന്ത് മൊരിഞ്ഞ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ളത് വിഴുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ താല്പര്യമില്ലാത്ത സാധനമാണ് അമരയ്ക്ക. അപ്പോൾ അത് ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർ കഴിക്കുന്നതായിരിക്കും. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. അടപ്പ് തുറന്ന് ഇളക്കി വെച്ച് കൊടുക്കുക. അങ്ങനെ നമ്മുടെ വിഴുക്ക് ഏതാണ്ട് തയ്യാറായിട്ടുണ്ട്. ഇനി അടുത്ത കൂട്ടം തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു പാത്രത്തിലോട്ട് കുറച്ച് തേങ്ങ, ജീരകം, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കറിവേപ്പില ഇത് ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഇത്രയും ചേർത്തതിന് ശേഷം ഇനി മിക്സിയുടെ ജാറിലോട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുക. ഒരു പാൻ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് കടുക്, കറിവേപ്പിലയൊക്കെ ചേർത്തിട്ട് ഞാൻ അടുത്ത് ബീട്രൂട്ട് ചെറിയ രീതിയിൽ കട്ട് ചെയ്തതാണ് ഇതിലോട്ട് ചേർത്തിരിക്കുന്നത്. കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഇനി ഉപ്പ് ഞാൻ നേരത്തെ ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. ഇപ്പോൾ ചേർത്ത് കൊടുത്തു. ഒന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ചിരിക്കുക. 2-3 മിനിറ്റിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ അരപ്പ് നമുക്ക് ഈ ബീട്രൂട്ടിൻ്റെ ഈ മിക്സിലോട്ട് നമുക്ക് ചേർത്ത് കൊടുത്ത് ഇതുപോലെ ഇളക്കി ഒന്ന് പൊത്തി വെച്ച് കൊടുക്കുക. ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക. കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒന്ന് ഇളക്കിയെടുക്കുക. അടപ്പ് മാറ്റിയതിന് ശേഷം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ബീട്രൂട്ട് തോരനും തയ്യാറായിട്ടുണ്ട്. ഈ തോരനൊക്കെ ഒന്ന് അടപ്പ് മാറ്റിയതിന് ശേഷം ഒന്ന് മുരിച്ചെടുത്താൽ മതിയാകും. നല്ല ടേസ്റ്റി ആയിരിക്കും. ഇനി അടുത്തതായി കുറച്ച് തേങ്ങ എടുക്കുക, ജീരകം, വെളുത്തുള്ളി, കറിവേപ്പില, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇത് ഇത്രയും ചേർത്തതിന് ശേഷം നമ്മളിനി അടുത്തത് തയ്യാറാക്കുന്നത് അവിയലാണ്. അപ്പോൾ ഇത് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് വേണം ഈ കൂട്ട് തയ്യാറാക്കാൻ വേണ്ടി. അതിനുശേഷം ആവശ്യമുള്ള പച്ചക്കറിയൊക്കെ എടുത്തതിന് ശേഷം ഈ അരപ്പ് മൊത്തം ആക്കി ഉപ്പും ചേർത്തതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ച് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കുക. ഇതിലോട്ട് കുറച്ച്
പുളി ഒന്ന് പിഴിഞ്ഞ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് തൈര് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. തൈരാണെങ്കിൽ ലാസ്റ്റ് ചേർത്താൽ മതിയും, പുളിയാണെങ്കിൽ ഇതിൽ ചേർത്ത് ഇത് പുളിയും കൂടെ പിഴിഞ്ഞ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ അടപ്പോട്ട് അടച്ച് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നല്ലതുപോലെ മലക്കറിയൊക്കെ വെന്ത് കിട്ടുന്നതായിരിക്കും. അപ്പം അങ്ങനെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് താളിച്ചൊഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, കുറച്ച് കടുക്, കറിവേപ്പില, വറ്റൽമുളക് ഇതൊക്കെ ചേർത്തതിന് ശേഷം നമ്മുടെ മലക്കറി അവിയലിലോട്ട് ഇത് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അങ്ങനെ മലക്കറി അവിയൽ ഏതാണ്ട് തയ്യാറായിട്ടുണ്ട്. ഇതിലോട്ട് ഈ സമയം വേണമെങ്കിൽ നിങ്ങൾക്ക് തൈര് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി അടുത്തതായി ഞാൻ കുറച്ച് നമ്മുടെ മുളകുണ്ടല്ലോ, ഈ വറ്റൽ മുളകല്ല തൈര് മുളക്, അതിനൊന്ന് മൊരിച്ചെടുക്കുന്നുണ്ട്. അതും നമ്മുടെ സദ്യ സ്പെഷ്യലാണ്. കവറിൽ പാക്കറ്റ് വാങ്ങിച്ചതാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. ഇനി നമ്മളിത് മൊരിച്ച് വെച്ചതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരുംജീരകം, ഉപ്പ്, നാരങ്ങാ നീര് ഇത് ഇത്രയും ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഞാൻ കുറച്ച് കത്തിരിക്ക റൗണ്ട് രീതിയിൽ കട്ട് ചെയ്ത് വെള്ളത്തിൽ ചേർത്ത് വെച്ചിട്ടുണ്ട്. വെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം ഇതുപോലെ മസാല ഇതിലോട്ട് തേച്ച് പിടിപ്പിക്കുക. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കും. ഇതൊക്കെ കഴിക്കാത്തവരും കഴിച്ചു പോകുന്ന രീതിയിൽ ഇതുപോലെ തയ്യാറാക്കി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതിനെ ഞാൻ ആ വറ്റൽമുളക് മാറ്റിയതിന് ശേഷം ഞാൻ പാനിലോട്ട് ഇതുപോലെ ഇട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് നിങ്ങൾക്ക് നെയ്യിലോ ബട്ടറിലോ എന്തിൽ വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ബട്ടറൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇത് സാധാ എപ്പോഴും വെളിച്ചെണ്ണയിൽ തന്നെയാണ് തയ്യാറാക്കി എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതിൽ വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയിലാണ്. അതുപോലെ ഈ മുളക് പൊടിയൊക്കെ കൂടുകയാണെങ്കിൽ ഇത് കരിഞ്ഞും പോകും. ഇതിപ്പോൾ എൻ്റെ ഇത് കുറച്ച് മുളക് പൊടിയൊക്കെ കൂടിയതുപോലെ തോന്നുന്നു. ഇതിപ്പോൾ ഒരു സ്റ്റെപ്പ് മുരിച്ചെടുക്കുമ്പോൾ തന്നെ അത് കരിഞ്ഞതുപോലെയൊക്കെ തോന്നുന്നുണ്ട്. മുളക് പൊടി അടിയിൽ കിടന്ന് ഈ എണ്ണയിൽ കിടന്ന് കരിഞ്ഞ് പിന്നെ ഞാൻ അതിനെയൊക്കെ കോരി മാറ്റിയിട്ട് അടുത്ത എണ്ണ ഒഴിച്ചാണ് അടുത്തതും ഫ്രൈ ചെയ്തൊക്കെ എടുത്തത്. അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഇതിലോട്ട് ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നമ്മളത് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായി ബീട്രൂട്ട് പച്ചടിയാണ് തയ്യാറാക്കുന്നത്. നല്ലതുപോലെ കുറച്ച് ബീട്രൂട്ട് കട്ട് ചെയ്ത് അത് അരിഞ്ഞ് നമുക്ക് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുത്ത ബീട്രൂട്ടിനെ ഞാൻ മിക്സിയിലിട്ട് നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് തേങ്ങ, ഒരു പച്ചമുളക് ഇതിനെ നല്ലതുപോലെ അരച്ചതിന് ശേഷം 1/2 ടേബിൾ സ്പൂൺ കടുകും കൂടെ ചേർത്തൊന്ന് അരച്ചെടുക്കുക. അതാണ്ട് ഇതുപോലെ ഒരു മൺചട്ടി അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. ഏത് പാത്രമായാലും കുഴപ്പമില്ല. അതിലോട്ട് വെളിച്ചെണ്ണ, കടുക്, കറിവേപ്പിലൊക്കെ ചേർത്തിട്ട് ഈ ബീട്രൂട്ട് മൊത്തം ചേർത്ത് തേങ്ങയുടെ മിക്സും ചേർത്ത് നല്ലതുപോലെ ഇളക്കി ഇതിൻ്റെ പച്ചച്ചുവയൊക്കെ മാറുന്ന രീതിയിലും അതുപോലെ ആവശ്യത്തിന് വറ്റിച്ചെടുക്കണമെങ്കിൽ അതൊക്കെ വറ്റിച്ചെടുത്തതിന് ശേഷം ഞാൻ ഇതിനെ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി മിക്സാക്കിയതിന് ശേഷം നമുക്കൊന്നിൽ ഈ പാത്രത്തിൽ ഫ്ലെയിമൊക്കെ ഓഫാക്കിയതിന് ശേഷം തൈര് ചേർക്കാവൂ. ഞാൻ മറ്റൊരു പാത്രത്തിലൊക്കെ ആക്കിയതിന് ശേഷമാണ് തൈര് ചേർക്കുന്നത്. ഇതിപ്പോൾ മൺചട്ടി ആയത് കാരണം നല്ല തിളച്ചിരിക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ മറ്റൊരു പാത്രത്തിലോട്ട് ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല കട്ടി തൈര് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ബീട്രൂട്ടിൻ്റെ റെസിപ്പിയും തയ്യാറായിട്ടുണ്ട്. ഇനി ഞാൻ ഓലനാണ് വെക്കുന്നത്. അതിന് വേണ്ടി കുറച്ച് വെള്ളരിക്കയും പച്ചമുളകും കറിവേപ്പിലയും ഉപ്പും തേങ്ങാപ്പാലിൽ വേകാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും ചേർത്ത് ഇത് അടച്ചു വെച്ച് തേങ്ങാപ്പാലിൽ വേകാൻ വെക്കണം. പച്ചവെള്ളത്തിൽ വേകാൻ വെച്ചാലും കുഴപ്പമില്ല. 2 രീതിയിലാണെങ്കിലും തയ്യാറാക്കിയെടുക്കാം. തേങ്ങാപ്പാലിൽ വെക്കുമ്പോൾ കുറച്ചുകൂടി നന്നായിരിക്കും, ടേസ്റ്റ് കൂടും. തേങ്ങാപ്പാലല്ലേ, അപ്പോൾ തേങ്ങാപ്പാൽ ലാസ്റ്റ് വേണമെങ്കിലും ചേർക്കാം. കുറച്ച് ഞാൻ വലിയ പയറിനെ കുതിർത്തിയെടുത്ത് അവിച്ചതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഇട്ടതിൻ്റെ വീഡിയോ എന്തോ മിസ്സായിപ്പോയി എന്നൊന്നും കാണുന്നില്ല. അപ്പോൾ ഇത് ഇത്രയും ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. നമ്മുടെ ഓലനും തയ്യാറായിട്ടുണ്ട്. നമ്മളിത് ഇത്രയും വിഭവങ്ങളാണ് ഇന്നത്തെ ഓണസദ്യയ്ക്ക് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും